എല്ലാ പ്രിയ വിദ്യാർത്ഥിനികൾക്കും പുതിയ സ്വാഗതം. +2 പബ്ലിക് എക്സാം റിസൾട്ട് 2025 അങ്ങനെ റിസൾട്ട് വരാൻ പോകുകയാണ്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയം ഏതാണ്ട് 11:15 ആണ്. അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു 11:30 ആകും. ഓക്കെ, വാട്ടെവർ. റിസൾട്ട് എന്ത് ചെയ്യാൻ പോവാണ്? വരാൻ ഇനി വെറും മണിക്കൂർ, എത്രയാണ്, 1-2 മണിക്കൂറുകൾ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് ഇനി അവശേഷിക്കുന്നത്. നിങ്ങൾ 2 വർഷം അധ്വാനിച്ച്, നിങ്ങൾ 2 വർഷം സ്കൂളിൽ ബാഗും തൂക്കി പോയി പഠിച്ച്, നിങ്ങൾ പരീക്ഷയൊക്കെ കഷ്ടപ്പെട്ട് ഉറക്കം അളച്ചിരുന്ന് പഠിച്ച് എഴുതിയ ആ ഒരു റിസൾട്ടാണ് എന്ത് ചെയ്യാൻ പോകുന്നത് മക്കളെ ഇന്ന് വരാൻ പോകുന്നത്. അപ്പോൾ റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ ഉടൻ വിദ്യാർത്ഥികൾക്ക് അറിയാൻ സാധിക്കുന്ന വെബ്സൈറ്റുകൾ നമുക്ക് പരിശോധിക്കാം. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായി ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട്, തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. +2 പബ്ലിക് എക്സാം റിസൾട്ട് 2025. അങ്ങനെ മക്കളെ, നിങ്ങൾ കാത്തിരുന്ന നിങ്ങളുടെ 2 വർഷത്തെ അധ്വാനത്തിൻ്റെ ഫലം എന്ന് തന്നെ പറയാം. +1 +2 കഷ്ടപ്പെട്ടു സ്കൂളിൽ പോയിരുന്ന് പഠിച്ച് ഇനിയിപ്പോൾ റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് ആണ് വരാൻ പോകുന്നത്. സപ്ലിമെൻ്ററി എഴുതുന്നവരായാലും ഇമ്പ്രൂവ്മെൻ്റ് എഴുതുന്നവരായാലും കമ്പാർട്ട്മെൻറ്റിൽ വിദ്യാർത്ഥികളുടെ ആയാലും റിസൾട്ട് വരാൻ പോവുകയാണ്. എന്തായാലും നിങ്ങൾ അധ്വാനിച്ച ഫലമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ആദ്യം തന്നെ ഞാൻ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രധാനമായിട്ടും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എത്രത്തോളം മാർക്ക് പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടോ അത് നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിങ്ങൾ വിചാരിക്കുന്ന മാർക്ക് നിങ്ങൾക്ക് കിട്ടട്ടെ. കാരണം എനിക്ക് എന്ത് ചെയ്യാം, പല വിദ്യാർത്ഥികൾക്കും കഴിഞ്ഞ വർഷവും മുൻ വർഷമൊക്കെ റിസൾട്ട് വന്നതിന് ശേഷം വിചാരിച്ച മാർക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് നിരവധി വിഷമവും കാര്യങ്ങളൊക്കെ എന്നോട് പറയാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ആദ്യം തന്നെ ഞാൻ ആശംസിക്കുന്നത്, നിങ്ങൾക്ക് വിചാരിച്ച മാർക്ക്, നിങ്ങൾ എത്രയാണോ വിചാരിക്കുന്നത് ആ മാർക്ക് നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്നൊരു പ്രാർത്ഥനയാണ്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, ഒരു സന്തോഷം കിട്ടും. സാധാരണ എന്ത് ചെയ്യും, എന്നെ +2 ഇംഗ്ലീഷ് പഠിപ്പിച്ച ടീച്ചർ എന്നോടൊരു കാര്യം പറയുമായിരുന്നു. നമ്മളെപ്പോഴും ഉണ്ടല്ലോ, പരീക്ഷ കഴിഞ്ഞ് മാർക്ക് കൂട്ടി നോക്കുമ്പോൾ കുറച്ച് മാർക്ക് കൂട്ടി നോക്കണം. അതായത് ഒരു 5 മാർക്കിൻ്റെ പരീക്ഷയാണെങ്കിൽ, ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു 3 മാർക്കോ അല്ലെങ്കിൽ 2 മാർക്കോ വെച്ച് നമ്മൾ 5 മാർക്കിൻ്റെ ഫുൾ എഴുതിയിട്ടുണ്ട്. ബട്ട് നമ്മളൊരു 3 മാർക്കോ 2 മാർക്കോ വെച്ച് കൂട്ടാൻ പാടുള്ളൂ. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, റിസൾട്ട് വരുമ്പോൾ നമുക്ക് സന്തോഷം ഇരട്ടിക്കും. കാരണം എന്താണ്, നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തതിനെ കഴിഞ്ഞും എന്ത് ചെയ്യും, മാർക്ക് നമുക്ക് കിട്ടും. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തതിനെ കഴിഞ്ഞും മാർക്ക് നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ സന്തോഷം ഇപ്പം ഉള്ളതിനെ കഴിഞ്ഞും അധികരിക്കും. പക്ഷേ എന്നോട് ടീച്ചർ മറ്റൊരു കാര്യം പറഞ്ഞു, ആദ്യം തന്നെ നമ്മൾ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 5 മാർക്ക് വെച്ച് കൂട്ടരുത്. കാരണം എന്താണ്, ഇനി നോക്കുന്ന ടീച്ചർ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 4 മാർക്കോ 3 മാർക്കോ ഇട്ടുള്ളെങ്കിലോ, അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത മാർക്ക് നമുക്ക് കിട്ടിയാൽ അങ്ങനെ വരുമ്പോൾ നമുക്ക് സങ്കടം വരും. എന്നോട് എപ്പോഴും ടീച്ചർ പറയും, നമ്മൾ മാർക്ക് കൂട്ടി നോക്കുകയാണെങ്കിൽ കുറച്ച് വെച്ച് കൂട്ടി നോക്കണം, എന്നാൽ മാത്രമേ കൂടുതൽ കിട്ടുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ പറ്റൂ. അതുതന്നെയാണ് എനിക്ക് നിങ്ങളോട് ആദ്യം തന്നെ പറയാനുള്ളത്. നമ്മൾ നേരത്തെ വിദ്യാർത്ഥിയോട് പറഞ്ഞിരുന്നു, ഇപ്പോഴും അത് തന്നെ പറയുന്നത്. എന്തായാലും റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന വെബ്സൈറ്റുകൾ നമുക്ക് ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. ഒന്ന് result.hsc.kerala.go.in, result.hsc.kerala.go.in. സബലം 2025 ആപ്പ്, iExamsൻ്റെ ആപ്പ്, PRD ലൈവ് എന്ന ആപ്പ്, പിന്നെ ഡിജി ലോക്കറിൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെ prd.kerala.go.in, prd.kerala.go.in, kite.kerala.go.in. ഞാൻ ഈ പറഞ്ഞ വെബ്സൈറ്റ് വഴിയും ആപ്പ് വഴിയെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട്, നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകി സബ്മിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാൻ സാധിക്കും. എന്തായാലും ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങളുടെ സംശയങ്ങൾ വീഡിയോയ്ക്ക് തന്നെ കമൻറ്റ് ചെയ്യുക. 3 മണിക്ക്, ഒരു 2:45 3 മണി ആ ടൈമിൽ നമ്മൾ ലൈവ് ഇടുന്നുണ്ട്, തീർച്ചയായും കാണാൻ മറക്കില്ല. അപ്പോൾ ആ ലൈവിൽ നമ്മൾ +2 റിസൾട്ട് മാത്രമല്ല അനാലിസിസ് ചെയ്യുന്നത്, +2 റിസൾട്ടിൻ്റെ അനാലിസിസ് മാത്രമല്ല, നിങ്ങളുടെ സംശയങ്ങൾക്ക്, നിരവധി വിദ്യാർത്ഥികൾ കൂടുതൽ സംശയങ്ങൾ നമ്മളോട് പറയുമ്പോൾ നിങ്ങളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി തരാം. ഒരു അരമണിക്കൂറെങ്കിൽ ഒരു 2:45 തൊട്ട് 3:15 വരെ നിൽക്കണം എന്നാണ് ആഗ്രഹം. അപ്പോൾ ലൈവ് വരുവാണെങ്കിലും 2:45 to 3:15 വരെയുള്ള ടൈമിലാണ് വരുന്നത്. അങ്ങനെ ഇപ്പം നിങ്ങളുടെ സംശയങ്ങൾക്ക് എനിക്ക് മറുപടി തരാൻ സാധിക്കും. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ കാണുന്നവരെ, മൈ നെയിം ഇസ് കറിത, ഫൗണ്ടർ ഓഫ് സ്കറിയ ഫോർ ദ കരിയർ ഗൈഡ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.